ഭൂട്ടാനിൽ നിന്ന് ക്രമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടത്തുന്ന മാഫിയയുടെ കഥയാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുന്നത്. ആകെ 16,000 പേർ മാത്രമുള്ള കൊച്ചു സൈന്യമുള്ള ഭൂട്ടാൻ ഇത്രയും ആഡംബര വാഹനങ്ങൾ നിസ്സാരമായ ഡാമേജിന്റെ പേരിൽ ഉപേക്ഷിക്കുമോ? ശരിക്കും എന്താണ് ഭൂട്ടാനിൽ സംഭവിക്കുന്നത്? അത്ര വലിയ സമ്പന്നമായ രാജ്യമൊന്നുമല്ല ഭൂട്ടാൻ. 2.9 ബില്യൺ US$ GDP. കാര്യമായ വ്യവസായമൊന്നുമില്ലാത്ത ഈ ഹിമാലയൻ ജനത കൃഷി, ടൂറിസം തുടങ്ങിയവയിലൂടെയാണ് പിടിച്ചു നിൽക്കുന്നത്. ആകെ 8 ലക്ഷം വരുന്ന ജനസംഖ്യയുള്ള ഇവിടെ 16,000-ഓളം പേർ മാത്രമുള്ള ഒരു കൊച്ചു സൈന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ തൊട്ട അയൽ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും പോലെ ഭീമമായ പ്രതിരോധ ബജറ്റുകളൊന്നും ഈ രാജ്യത്തിനില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡാമേജ് വന്നാലോ മറ്റോ ഉടനെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കുമെന്നത് അവിശ്വസനീയമാണ്. മാത്രമല്ല ഏതാനും ചില സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മാത്രമാണ് ആർമി വിറ്റതെന്നും ബാക്കിയെല്ലാം ഒരു മറയാണെന്നുമാണ് ഭൂട്ടാൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ. ഇന്ത്യയിലെ ഡൽഹിയും സിംലയും കേന്ദ്രീകരിച്ചും ചൈനയിലെ ഷാങ്ഹായ് കേന്ദ്രീകരിച്ചുമുള്ള ഒരു മാഫിയാണ് ഇതിന്റെ പിന്നിലെന്നാണ് വിശദീകരണം. അടുത്ത കാലത്തായി കൂടുതൽ നിക്ഷേപ സൗഹൃദമാകാൻ ഭൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ എത്തുന്നവർ ചില കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന പരിപാടിയാണിതെന്നും ആരോപണങ്ങളുണ്ട്. 150 വാഹനങ്ങളിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ 1500-ൽ എത്തി നിൽക്കുന്നു. ഇത്രയധികം ആഡംബര വാഹനങ്ങൾ ഭൂട്ടാൻ സൈന്യത്തിന്റെ കയ്യിലില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതൊരു സംഘടിത മാഫിയ പ്രവർത്തനമാണെന്നും വ്യക്തമാണ്.